ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കായി ഡോക്ടറുടെ മൊഴി. ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് യുവതി നൽകിയ മൊഴി സാധൂകരിക്കുന്നതാണ് 2 ഡോക്ടർമാർ നൽകിയ മൊഴി. അമിത രക്തസ്രാവം ഉണ്ടായെന്നും യുവതിയുടെ ആരോഗ്യാവസ്ഥ മോശമായെന്നും ഡോക്ടർമാർ മൊഴി നൽകി. അതേസമയം രാഹുലിന് കുരുക്കായി കൂടുതൽ തെളിവുകളും പുറത്തു വന്നു. ഭ്രൂണഹത്യയ്ക്കായി രാഹുലിന്റെ സുഹൃത്ത് എത്തിച്ചത് 2 മരുന്നുകളെന്ന് യുവതിയുടെ മൊഴിയിലുണ്ട്. ജീവൻ പോലും അപകടത്തിലാക്കാവുന്ന മരുന്നുകളാണ് എത്തിച്ചത്. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, രാഹുലിന് കുരുക്ക് മുറുകയാണല്ലേ? തീർച്ചയായും അവൻ ഈ ഒരു ലൈംഗിക പീഡന പരാതിയിൽ കേസിൽ രാഹുലിന് കുരുക്ക് മുറുകുകയാണ്. കൃത്യമായി അതിജീവിതം നൽകിയ മൊഴിയുടെ വിവരങ്ങൾ സാധൂകരിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഡോക്ടർമാരും അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. യുവതി ഇതുമായി ബന്ധപ്പെട്ട് അമിത രക്തസ്രാവത്തെ തുടർന്ന്, അതായത് നിർബന്ധിത ഭ്രൂണഹത്യക്ക് വിധേയയായ ശേഷം അമിത രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സ തേടിയിരുന്നു. ചികിത്സിച്ച 2 ഡോക്ടർമാരുടെ മൊഴിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ ഒരു മരുന്ന് കഴിച്ചത്, അതായത് 2 മാസത്തോളം ഭ്രൂണത്തിന് 2 മാസത്തിൽ കൂടുതൽ വളർച്ച ഭ്രൂണത്തിനുണ്ടായിരുന്നു. ഈ 7 ആഴ്ചയാകുമ്പോൾ കഴിക്കേണ്ട മരുന്നുകളാണ് രാഹുൽ സുഹൃത്ത് വഴി നിർബന്ധിപ്പിച്ച് കഴിപ്പിച്ചതെന്ന് യുവതി അത് പറയുന്നുണ്ടായിരുന്നു. പോലീസിന് നൽകിയ മൊഴിയിലടക്കം പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഇത് കഴിച്ചുവെന്ന് ഉറപ്പുവരുത്താനായി വീഡിയോ കോളിലൂടെ വിളിച്ച് രാഹുൽ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ യുവതി നൽകിയ മൊഴികൾ അന്വേഷണ സംഘത്തിന് രാഹുലിന്റെ നേരെ ഉണ്ടായ ആക്രമണങ്ങളുടെയും നിർബന്ധിത ഭ്രൂണഹത്യയുടെയും വിവരങ്ങൾ പരാതിയിലും മൊഴിയിലുമടക്കം യുവതി വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് ശരിവയ്ക്കുന്ന മൊഴി തന്നെയാണ് ഇപ്പോൾ ഡോക്ടർമാർ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സ നടത്തിയതിന്റെ റിപ്പോർട്ടുകളും രേഖകളും അടക്കം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഡോക്ടർ കൈമാറിയിട്ടുണ്ട്. ഇതിനെ തുടർന്നുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകൾ, വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ആരോഗ്യനില മോശമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് യുവതി പോയി. തുടർന്ന് മാനസിക സമ്മർദ്ദമുണ്ടായി. മാനസിക ആരോഗ്യ വിദഗ്ധന്റെ ചികിത്സ തേടുന്ന ഒരു സാഹചര്യത്തിലേക്ക് യുവതി കടന്നു. മെഡിക്കൽ ICUവിൽ ചികിത്സ തേടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അമിത രക്തസ്രാവം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ ഗർഭകാലാവസ്ഥയിൽ ചെയ്യേണ്ട യാതൊരുവിധ ചികിത്സാ രീതികളും ചെയ്യാതെയാണ്, അശാസ്ത്രീയമായാണ് രാഹുൽ നിർബന്ധിപ്പിച്ച് ഭ്രൂണഹത്യ നടത്തിയതെന്ന് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ് അമൽ. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യുവതിയുടെ വന്ന സാഹചര്യത്തിൽ മാത്രമല്ല മറ്റ് നടപടിക്രമങ്ങളിലും ഇപ്പോൾ ഫ്ളാറ്റ് അടക്കമുള്ള അവ കേന്ദ്രീകരിച്ച് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. കാരണം പരാതിക്കാരി നൽകിയ മൊഴിയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഫ്ളാറ്റിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നുള്ള വിവരങ്ങൾ. തിരുവനന്തപുരം ഫ്ളാറ്റിൽ യുവതിയുമായി എത്തി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. അവിടെ വെച്ച് തന്നെ മഹസർ തയ്യാറാക്കി. തുടർന്ന് ആ ഫ്ളാറ്റിൽ വെച്ചുള്ള കാര്യങ്ങൾ, രാഹുലുമായി നടന്ന കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു. കൂടാതെ പാലക്കാട്ടെ ഫ്ളാറ്റിലും എത്തി മഹസർ തയ്യാറാക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മൊഴികളും വിശദാംശങ്ങളും ഒക്കെ യുവതി നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യുവതിയെ കടന്നാക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, അതായത് സമൂഹ മാധ്യമങ്ങളിലടക്കം കടന്നാക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ പരാതിയുമായി അതിജീവിത രംഗത്തെത്തിയതിനു ശേഷം രാഹുലിന്റെ PR വർക്കുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലടക്കം ഈ പരാതിക്കാരിയുടെ വ്യക്തിത്വം തുറന്നു കാട്ടുന്നതിന് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് വലിയ തരത്തിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. ഈ ഒരു ഡിജിറ്റൽ KPCC ഡിജിറ്റൽ സെല്ലിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ അതിജീവിതയ്ക്കെതിരെ ക്രൂരമായിട്ടുള്ള വീണ്ടും സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചുള്ള അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഇപ്പോൾ യുവതി പരാതി നൽകി എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു മണിക്കൂറിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യുവതിയുടെ ഫോട്ടോ പ്രചരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ KPCC ഡിജിറ്റൽ സെല്ലിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പേര് വെളിപ്പെടുത്താൻ ചില ഗ്രൂപ്പുകളിൽ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഒപ്പം തന്നെ യുവതിയുടെ ചിത്രവും പേരും വെളിപ്പെടുത്തുവാനുള്ള സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചുള്ള നിർദ്ദേശങ്ങൾ KPCC വഴി നടക്കുന്നുമുണ്ട്. വാട്സപ്പിലടക്കം ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പ്രചരിക്കുന്നതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, വ്യാപകമായി സൈബർ ആക്രമണം നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് യുവതി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. യുവതിക്കെതിരെ രാഹുലിന്റെ അനുകൂലികളാണ് ഇത്തരത്തിൽ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തുടരെ ആക്രമണം നടത്തുന്നത്. പരാതിക്കാരിയുടെ മനോവീര്യം ചോർത്തുന്ന തരത്തിലുള്ള നിലപാടാണ് KPCCയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും, രാഹുലിനെ അന്വേഷണ സംഘം 3-ാം ദിവസവും പിടികൂടാത്തതിൽ KPCCയുടെ ഒരു പിന്തുണ കൂടിയുണ്ട്. കാരണം KPCC രാഹുലിനെ സംരക്ഷിക്കുന്നു എന്ന് വേണം പറയേണ്ടി വരും. K മുരളീധരൻ അടക്കം തള്ളിപ്പറയുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു പക്ഷം ഇപ്പോഴും രാഹുലിനെ അനുകൂലിക്കുന്നവരാണുള്ളത് എന്ന് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരത്തടക്കം രാഹുൽ വന്നുപോയി എന്നതിന്റെ തെളിവുകളും വിവരങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ കൂടി നടക്കേണ്ടതുണ്ട്. 3 ദിവസം പിന്നിട്ടിട്ടും രാഹുലിനെ പിടികൂടാത്തതിലും ആക്ഷേപം ഉയരുകയാണ് അമൽ.